ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? റോസ് ബെൻ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ ക്രിസ്മസ് സീസൺ വന്നു അല്ലേ? യെസ്, അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ക്രിസ്മസ് സീരീസായിട്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഈ വർഷവും ക്രിസ്മസ് സീരീസ് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ക്രിസ്മസ് സീരീസിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കരുതി ഞാൻ ജീവിക്കുന്ന സ്യൂറിഹ് സ്വിറ്റ്സർലൻഡിൻ്റെ ക്രിസ്മസ് ട്രീറ്റ്സ് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിസംബർ 1 ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ, അതായത് നവംബർ 30 ഞാൻ ക്രിസ്മസ് വ്ളോഗ് എടുത്തത്. നമ്മളുടെ സ്യൂറിഹിൻ്റെ സ്ട്രീറ്റിലുള്ള കുറച്ച് നല്ല നല്ല ക്രിസ്മസ് ലൈറ്റ്സും ക്രിസ്മസ് എക്സ്പീരിയൻസിലൊക്കെ വെച്ചിട്ട് തന്നെ ഇപ്രാവശ്യത്തെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാനങ്ങ് കരുതി. അങ്ങനെ ഞാനും പവലും കൂടി സൺഡേ നല്ലപോലെ ചില്ല് ചെയ്ത്. നോർമലി ഇവിടെ സൺഡേ എല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. പക്ഷേ ക്രിസ്മസ് ലൈറ്റ്സ് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ആഴ്ച, അതായത് നവംബർ 3rd വീക്കിൽ അവർ ക്രിസ്മസ് ലൈറ്റ്സൊക്കെ സ്ട്രീറ്റ്സിലിട്ടു. പക്ഷേ ഞങ്ങളിതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മടിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ കരുതി എന്നാൽ പിന്നെ ദേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു ഊബറും എടുത്ത് നേരെ സിറ്റീൻ്റെ നടുക്കേക്ക് അങ്ങ് എത്തി. ഇതാണ് കേട്ടോ സ്യൂറിഹിലെ മെയിൻ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്യൂറിഹിൻ്റെ വേറൊരു സ്റ്റേഷൻ്റെ കുറച്ച് അപ്പുറത്തേക്കുള്ളൊരു ഭാഗമാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാഡൽഹോഫൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ആണ് നമ്മൾ കവർ ചെയ്തത്. പക്ഷേ ഇത്തവണ ഞാൻ കരുതി സ്യൂറിഹിൻ്റെ നമ്മുടെ മെയിൻ സ്റ്റേഷനിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്നും കൂടി എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എല്ലാ വർഷവും ഉണ്ടാവുന്ന പോലെ ഒരു ജയൻ്റ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. ചില സമയത്ത് സ്വരോസ്കിയാണ് സ്പോൺസർ ചെയ്യുന്നത്. ഇപ്രാവശ്യം ലിൻഡാണ് സ്പോൺസർ ചെയ്തത്. അതുകൊണ്ടാണ് ലിൻഡിൻ്റെ ചോക്ലേറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ജൈജാൻറ്റിക് ക്രിസ്മസ് ട്രീ ആണ് നിങ്ങൾ കാണുന്നത്. ആ തൂക്കിയിട്ടിരിക്കുന്ന മുഴുവൻ ലിൻഡിൻ്റെ ചോക്ലേറ്റ്സും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞ് ട്രെയിനും കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ നിങ്ങൾ നടന്നു വന്നപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും അവിടെ ഒരു ബിഗ് ലൈറ്റും തൂങ്ങിക്കിടന്നിരുന്നല്ലോ. അതൊക്കെ സ്റ്റേഷൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളാട്ടോ. പിന്നെ കുറച്ച് സ്മോൾ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കര കുറച്ചധികം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേജറായിട്ടുള്ള അത് പുറകെ കാണുന്ന ആട്ടോ സ്റ്റേഷൻ, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഇതാണ് ഈ ഒരു സ്യൂറിഹിൻ്റെ ഈ ഒരു ഏരിയ, ഞങ്ങളിപ്പം നടക്കുന്ന ഏരിയ ആണ് ഷോപ്പിംഗ് ഏരിയ. ഇവിടെ എല്ലാ ബ്രാൻഡ്സൊക്കെ ഉള്ള നല്ലൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. എൻ്റെ സ്ഥിര താവളമാണത്. അപ്പോൾ അവിടെ മുഴുവൻ ഇങ്ങനെ ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ നല്ലപോലെ ഇട്ടിട്ടുണ്ട്. ഫെയറി ലൈറ്റ്സ് ഭയങ്കര രസമാണ് കാണാനായിട്ട്. കണ്ടില്ലേ, എൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ഇതുപോലെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കുഞ്ഞു ഷോപ്സും കാര്യങ്ങളൊക്കെ. നമ്മുടെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഗ്ലൂ വൈൻ കുടിക്കുക. ഗ്ലൂ വൈൻ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ജർമ്മനിയിലും ഉണ്ട്. നിങ്ങൾ ഒരു 2 വർഷം മുമ്പുള്ള ക്രിസ്മസ് വീഡിയോ കണ്ടാൽ കാണുമായിരിക്കും. അതായത് നമ്മുടെ റെഡ് വൈൻ നമ്മൾ അതിനകത്ത് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട്, പട്ട, കരയാമ്പൂ, അങ്ങനത്തെ കുറച്ച് എന്തൊക്കെയോ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നതാണ് ഗ്ലൂ വൈൻ എന്ന് പറയുക. ഹോട്ടാണ്, നല്ല ചൂടാണ്. അപ്പോൾ ഈ തണുപ്പത്ത് അതിങ്ങനെ ഊതി കുടിക്കാൻ ഭയങ്കര സുഖമാട്ടോ. അപ്പം ഞങ്ങൾ അത് തപ്പി നടന്ന് ഞങ്ങൾക്ക് അവസാനം ഗ്ലൂ വൈൻ കിട്ടി. പക്ഷേ ഇച്ചിരി ഓൺ ദ സ്വീറ്റ് സൈഡായിരുന്നു കേട്ടോ. ഞാൻ അത്ര ഭയങ്കര സ്വീറ്റ് കുടിക്കുന്ന പേഴ്സണല്ല. പക്ഷേ ഗ്ലൂ വൈൻ ആയതുകൊണ്ട് ഞാനതങ്ങ് കഴിച്ചു. ആൻഡ് ദെൻ എനിക്ക് ഈ ഒരു സംഭവം കാണുന്നത് ഭയങ്കര ഉണ്ടായിരുന്നു. കാര്യം ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീയുടെ ഉള്ളിൽ ആൾക്കാരൊക്കെ നിന്നിട്ട് പാട്ട് പാടുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം അത് ഞങ്ങൾ കണ്ടു. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്രാവശ്യം അത് കാണാനും പറ്റി.
ഇത് സിറ്റിയുടെ നടുക്ക് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നടന്ന് ഞങ്ങൾക്ക് സ്റ്റാഡലോഫൻ കഴിഞ്ഞ തവണ ഞങ്ങൾ വന്ന അല്ലെങ്കിൽ കാണിച്ച ഒരു ഏരിയ ഒക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതി. രാത്രി കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ സ്ട്രീറ്റ്. ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു കോമഡി ഷോ ഒക്കെ നടക്കുന്ന ഒരു ബാറാണ് ഇപ്പോൾ കാണുന്നത്, ക്യോൺടെക്കി പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ. പിന്നെ ഇവിടെ കുറേ നല്ല റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇന്ന് ഓപ്പൺ ആയിരുന്നു. ബിക്കോസ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് വൈബ്സും ബ്ലാക്ക് ഫ്രൈഡേയുടെ ഇതൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞാനിപ്രാവശ്യം ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഓൺലൈനാണ് ചെയ്തത്. അതുകൊണ്ട് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയില്ല. നേരത്തെ കണ്ടില്ലേ, അത് കുട്ടികൾക്ക് സ്കീ അല്ലല്ലോ സ്കേറ്റ് ചെയ്യേണ്ട സ്ഥലമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ കുറേ എല്ലാ റെസ്റ്റോറൻറ്റ്സും ചെറിയ പോപ്പപ്പ് ഷോപ്സ് പോലെ ആക്കിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അവിടെ ഉള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തന്നെയാണെങ്കിലും ഭയങ്കര ക്രിസ്മസി വൈബിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുന്നത് ക്രിസ്മസിൻ്റെ ഒരു ഫ്യൂ ഡേയ്സ് മുമ്പാണ്, കാര്യം എൻ്റെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര സ്നോ ആയിരുന്നു. ഇപ്രാവശ്യം സ്നോ ഒരു ദിവസം 2 ദിവസം കണ്ടേ പെയ്തിട്ടുള്ളൂ. പക്ഷേ നല്ല തണുപ്പാണ്, അതിനൊരു ലിമിറ്റും ഇല്ല. മഴയും ഉണ്ട് ഓൾവേസ്. അപ്പം ഞങ്ങൾ ഇതിലേക്കൂടെ നടന്ന് അവസാനം ഞങ്ങൾക്ക് ഒരു ബാറിൽ കയറി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സെർച്ചായിരുന്നു. അങ്ങനെ നല്ല ക്യൂട്ട് കോസി ബാറിൽ കയറി നല്ല 2 എസ്പ്രസ്സോ മാർട്ടിനി കുടിച്ചു. നമ്മുടെ കാപ്പിയുടെ ടേസ്റ്റ് ആട്ടോ, കോക്ടെയിലാണ്. അതും കുടിച്ചതിന് ശേഷം കുറച്ച് ഒലിവ്സൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ എന്താ ഓർഡർ ചെയ്തത്, പിന്നെ അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മ്യൂൾ ഓർഡർ ചെയ്തു. അതും ഒരു കോക്ടെയിലായിരുന്നു. പക്ഷെ നല്ല കോസി ആയിട്ടുള്ള ഒരു ചെറിയ മിനി ബാറായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല സൺഡേ ചില്ല് ചെയ്ത് വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.